ഇത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. പിന്നെ സമൂഹത്തിന്റെ പെരുമാറ്റത്തെ കുറിച്ചൊക്കെ പറയുന്നത്. സാമൂഹികമായി ജീവിക്കുമ്പോൾ സൗഹൃദങ്ങളും ബന്ധങ്ങളും ആവശ്യമാണ്. ഓക്കെ. അപ്പോ സമൂഹത്തിലെ ഓരോരുത്തരും ഓരോ സ്വഭാവക്കാരാണ്. അപ്പൊ എല്ലാവരും നമ്മൾ നല്ല നിലയിൽ പെരുമാറും. എല്ലാവരും നമ്മൾ നല്ല നിലയിൽ പെരുമാറും. ഇനി പിന്നെ പറയുന്നത് കൂട്ടുകാരെ പറയാനുണ്ട്. അപ്പൊ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതാണ് പറയുന്നത്. നമ്മുടെ കൂട്ടുകൊണ്ട് ദുനിയാവും ആഹ്റവും നേടിത്തരാനും നഷ്ടപ്പെടാനും മതിയാവും. ഇത് മനസ്സിലാക്കുക. നമ്മുടെ കൂട്ടുകെട്ട് ദുനിയാവും ആഹ്റവും നേടിത്തരാനും നഷ്ടപ്പെടുത്താനും കൂട്ടുകെട്ട് മതിയാവും. ഓക്കെ, മനസ്സിലാക്കി കേട്ടോ. കൂട്ടുകെട്ടിന്റെ സ്വാഭാവികം സുഹൃത്തുക്കള് നല്ല സ്വഭാവക്കാരനാണെങ്കിൽ നമ്മുടെ സ്വഭാവം നല്ലതാവും. മോശമാണെങ്കിൽ നമ്മുടെ സ്വഭാവം എന്താവും? നമ്മൾ മോശമാവും. ഇത് നമ്മുടെ ഹദീസ്. ഈ ഹദീസ് കൃത്യമായി മനസ്സിലാക്കുക. ഈ ഹദീസ് കൃത്യമായി പഠിച്ചു നോക്കണം. മിക്ക വർഷവും വരുന്നതാണ്. പക്ഷെ ഇതിന്റെ അർത്ഥം പഠിക്കുമ്പോൾ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഓരോരോ വരിയുടെയും അർത്ഥം വ്യത്യസ്തമാണ്. നോക്കിയോ, ഓരോരോ വാക്കുകളും നല്ല സഹവാസിയുടെയും മോശം സഹവാസിയുടെയും ഉപമ. ഒന്നാമത്തെ വരിയുടെ അർത്ഥം. രണ്ടാമത്തെ വരി കസ്തൂരി വഹിക്കുന്നവരെ പോലെയും ഉരയിൽ ഊട്ടുന്നവരെ പോലെയുമാണ് എന്നാണ് അർത്ഥം. പിന്നെയോ അതിന്റെ അർത്ഥാണ് കസ്തൂരി വഹിക്കുന്നവൻ ചിലപ്പോൾ നിനക്ക് വെറുതെ തന്നേക്കാം. അല്ലെങ്കിൽ അവനിൽ നീ വാങ്ങിയേക്കും. അല്ലെങ്കിൽ നിനക്ക് അവന് സുഗന്ധം ലഭിക്കും. ഓക്കെ, ഇങ്ങനെ ഓരോരോ വരിയുടെ കാര്യം തന്നെ പഠിക്കണം കേട്ടോ. കാരണം ഈ ചില വരികളുടെയും ചില ഭാഗങ്ങളുടെയും ഇതായിട്ടാണ് ചോദ്യം വരിക. ഓക്കെ, മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? ഇനി ഉലയിൽ ആരെ കുറിച്ച് പറയാണ്? ഒന്നിനും നിന്റെ വസ്ത്രം അലങ്കരിക്കും. അല്ലെങ്കിൽ അവൻ നിനക്ക് ദുർഗന്ധം അനുഭവിക്കും. ഇതാണ് ഇതിന്റെ അർത്ഥം. ഓരോന്നിന്റെ അർത്ഥം വ്യത്യസ്തമായി തന്നെ പഠിച്ചോക്കണം. ഇനി ഒരു ഉപമ എന്ന് പറയുന്നത് ചാരിക്ക് വളർത്തും. പിന്നെ പറയുന്നത് നല്ലവണ്ണം കൊടുക്കുക, നല്ല സ്വഭാവ ജീവിതത്തിൽ പകർത്തുക. എന്നിട്ട് ഒഴിവാക്കേണ്ടി പറയുന്നത് മദ്യം, മയക്കുമരുന്ന്, മറ്റു ജന്മങ്ങൾ ഇവയ്ക്ക് അടിമപ്പെട്ടവരുമായി ഒരിക്കലും കൂട്ടുകൂടരുത് ഇത് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ജാഗ്രത പാലിക്കേണ്ട കാര്യം പറയുന്നത് തെറ്റിലേക്ക് നയിക്കുന്ന കൂട്ടുകാരെ ഉണ്ടായാൽ അവരെ കണ്ടാൽ ഉടൻ പിന്മാറണം. പ്രലോഭനങ്ങളിൽ പെട്ടുപോകരുത്. നമ്മുടെ കൂട്ടുകാർ എപ്പോഴും നല്ലവരായി